എല്ലാ പ്രണവം പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് സുഭാഷ് സാറിനും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് ജയന്തി സന്തോഷ്. ഞാൻ താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഞാൻ സാറിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നത് കൗമുദി ചാനലിലായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായി തോന്നി. ഞാൻ ആദ്യം കാണുന്ന ദീപപ്രമാണമാണ്. ഞാനും അതുവരെ 2 തിരി വിളക്കാണ് കത്തിച്ചുകൊണ്ടിരുന്നത്. അന്ന് തന്നെ ഞാനത് മാറ്റി 3 തിരിയാക്കി. അതിൽ നിന്ന് തന്നെ ഒരു പോസിറ്റീവായ മാറ്റം ഞങ്ങൾക്ക് തോന്നി തുടങ്ങിയായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞാണ് ഞാൻ സാറിൻ്റെ വീഡിയോസ് വന്ന് യൂട്യൂബിൽ കാണാൻ തുടങ്ങിയത്. സാർ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലെ യുക്തിയാണ്. ഇപ്പോൾ ഞാൻ സാർ പറയുന്നത് പോലെ കുടത്തിൽ വെള്ളം വെക്കുന്നത്, ധ്യാന മന്ത്രങ്ങൾ ചൊല്ലുന്നതെല്ലാം മുടങ്ങാതെ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് 2 മാസം മുമ്പാണ് ഫോൺ കൺസൾട്ടേഷനിലൂടെ സാറുമായി സംസാരിക്കാൻ സാധിച്ചത്. അപ്പോൾ സാർ ഞങ്ങളോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും 100% ഞങ്ങളുടെ അനുഭവങ്ങളായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് സാറിനോടുള്ള ഭക്തി ഇരട്ടിയാകുകയാണ് ഉണ്ടായത്. എൻ്റെ ഹസ്ബൻഡും സാറിൻ്റെ വീഡിയോസ് എല്ലാം മുടങ്ങാതെ കാണാറുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറ്റപത്രത്തിലും നാൾവഴികളിലെല്ലാം ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ, ഓരോ കുപ്പജ്യോതിഷന്മാരുടെ അടുത്ത് പോയി പറ്റിക്കപ്പെട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സന്തോഷ് കുമാർ കൊല്ലം, അനിൽകുമാർ പാലക്കാട്, അവരുടെ എല്ലാ അനുഭവങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്നാണ്. കാരണം ഞാൻ ഇതുവരെ ഒരു കുപ്പജോത്സ്യൻ്റെ അടുത്തും പോയിട്ടില്ല. ആദ്യമായിട്ട് സാറിലാണ് വിശ്വാസം തോന്നി തുടങ്ങിയത്. ഒരുപക്ഷെ സാർ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഒരു സ്പാർക്ക് അടിച്ചതുകൊണ്ടാകാം ദൈവം സാറിനെ കാണിച്ചു തന്നത്. പിന്നെ എനിക്ക് ജ്യോതിഷത്തിലൊന്നും വലിയ വിശ്വാസമില്ലാതിരിക്കാൻ കാരണം 2010 മുതൽ എൻ്റെ അമ്മ മുടങ്ങാതെ എൻ്റെ സഹോദരൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഓരോ ജ്യോത്സ്യന്മാരെ കാണുകയും അവർ പറയുന്ന വഴിപാടുകളെല്ലാം ചെയ്യുകയും എല്ലാം ചെയ്തിട്ടും ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. ഇപ്പോൾ അവന് 40 വയസ്സായി. അവന് പക്ഷെ ഇതിലൊന്നും വിശ്വാസമൊന്നുമില്ല. ഇതെല്ലാം കണ്ടതുകൊണ്ടായിരിക്കും എനിക്കൊരു പക്ഷേ ജ്യോത്സ്യത്തിലുള്ള വിശ്വാസം പോയത് തന്നെ. ഇപ്പോൾ പിന്നെ എൻ്റെ അമ്മയെ അതെല്ലാം നിർത്തി. ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ സാറ് പറഞ്ഞു വ്യാഴമാറ്റം പറഞ്ഞില്ല. അത് എൻ്റെ കാര്യത്തിൽ വളരെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് പറഞ്ഞു 6-ൽ വ്യാഴം അലറിക്കരയും, ടെൻഷൻ ഉണ്ടാകും, അതുകൊണ്ട് ദിവസവും അർജുന 10 മന്ത്രം ജപിക്കണമെന്ന് പറഞ്ഞു. ഞാനത് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 100-ൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി 10ലേക്ക് താഴ്ന്ന ഒരു ഫീൽ ഉണ്ടാവുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കാര്യത്തിൽ കറക്റ്റായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ സ്കൂളിലൊരു ടീച്ചറായിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിയത് സാലറി 40% കുറച്ചുകൊണ്ടുള്ള മെസ്സേജാണ്. അതുകൂടാതെ അടുത്ത 2 മാസങ്ങൾ ഇതുപോലെ തന്നെ സ്ഥിതിയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അത് ശരിയായില്ലേ വ്യാഴമാറ്റം? പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വോയിസ് ക്ലിപ്പായിട്ട് വരാൻ കാരണം സാറിനെതിരെ കമൻറ്റുമായി വരുന്നവരോട് ഒരു ചോദ്യം ചോദിക്കാനാണ്. നിങ്ങൾ പറയുന്നത് സാറ് കമൻറ്റ് തൊഴിലാളികളെ വെച്ചിരിക്കുകയാണെന്നല്ലേ? ഒന്നാമതായിട്ട് സാറിന് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ സാറ് ഓരോ വീഡിയോയിലും പറയുന്നത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏതെങ്കിലും നല്ല ആസ്ട്രോളജറെ കാണണമെന്നാണ്. സാറിൻ്റെ അടുത്ത് വരണമെന്നും പറഞ്ഞ് ആരെയും സാറ് നിർബന്ധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സാറിനെ വിമർശിക്കാൻ സാധിക്കുന്നത്? പിന്നെ ഞാൻ ഇതുവരെ സാറിനെ നേരിട്ട് കണ്ടിട്ടില്ല. സാറ് പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എനിക്ക് പോസിറ്റീവായ അനുഭവം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നേക്കാൾ അനുഭവങ്ങൾ കൂടുതലുള്ളവരാണ് അധികം പേരും. സാറിൻ്റെ അടുത്തു നിന്ന് റിസൾട്ട് കിട്ടിയ ആൾക്കാരാണ് അധികം പേര്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ സാറിനെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇതിൽ കൂടുതലും കേരളത്തിന് പുറത്ത് താമസിക്കുന്നതും ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരും എല്ലാവരുമായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. പിന്നെ അവരെല്ലാവരെയും കമൻറ്റ് തൊഴിലാളികളെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത്? നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നോ സാറിനെ ഫോളോ ചെയ്യണമെന്നോ ഒന്നും സാർ ആരെയും നിർബന്ധിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് നിങ്ങളോട്. എന്തായാലും നിങ്ങൾ എന്ത് കമൻറ്റുമായിട്ട് വന്നാലും സാറിനെതിരെ വന്നാലും ഞങ്ങൾക്ക് അനുഭവങ്ങളുള്ള ആൾക്കാർ തീർച്ചയായും എപ്പോഴും പ്രണവത്തിൻ്റെയും സാറിൻ്റെയും സപ്പോർട്ടായിട്ടുണ്ടായിരിക്കും. അത് ആരെന്ത് കമൻറ്റ് പറഞ്ഞാലും ഞങ്ങൾ അതിൽ തളരാനൊന്നും പോകുന്നില്ല. പിന്നെ എത്രയും വേഗം എനിക്ക് സാറിൻ്റെ അടുത്ത് നേരിട്ടെത്തി ഇനിയുള്ള കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ജഗദീശ്വരൻ എത്രയും പെട്ടെന്ന് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.